സർക്കസ് മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കായികവും ഏറെ പരീക്ഷണ പരിശീലനങ്ങളിലൂടെ മാത്രം ഓരോ സർക്കസ് വിദ്യയും വളരെ കഠിനമായി ഏകാഗ്രമായി ചെയ്തെടുത്ത് അത് അത്ഭുത വിദ്യകളാക്കി കാണികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഇന്ദ്രജാലം തന്നെയാണ് സർക്കസ്. ഈ കലാകായിക പരിശീലനം എന്നത് തമാശയും പാട്ടും നൃത്തവും ഏകാഗ്രതയും ചേർന്ന് കാണികൾക്ക് ഇഷ്ടമായ രീതിയിൽ കോർത്തെടുക്കുന്ന വിനോദ ദൃശ്യ പ്രകടനങ്ങളാണ്. ഇത് ആദ്യമായി തുടങ്ങിയത് ഇംഗ്ലണ്ടിലും എന്നാൽ ഇതിൻ്റെ മാസ്മരികതയെ ഏറ്റവും കൂടുതൽ ആദ്യമായി രംഗത്തെത്തിച്ചത് റഷ്യൻ സർക്കസുകളുമാണ്. റഷ്യൻ സർക്കസിൽ നിന്നാണ് കണ്ണഞ്ചിക്കുന്ന ലൈറ്റുകളും കൊടിതോരണങ്ങളും വിവിധങ്ങളായ നിറങ്ങളിൽ ഉള്ള റിബണുകളും കൂടാരങ്ങളും വന്നു തുടങ്ങിയത്. വളരെ ആകർഷകമായി തുടങ്ങിയത് ഇതിനു ശേഷം മാത്രമാണ് സർക്കസ് എന്ന് പറയാം. ശേഷം ഇതേ പാത പിന്തുടർന്ന് ലോകം മുഴുവൻ ഈ രീതിയിലേക്ക് സർക്കസുകളെ മാറുകയുമായിരുന്നു. ആദ്യകാലങ്ങളിലെല്ലാം കുതിരയായിരുന്നു സർക്കസിലെ മുഖ്യ താരം. ആകർഷണവും ഇതുതന്നെയായിരുന്നു. പിന്നാലെ ആനയും പുലിയും സിംഹവും നായ്ക്കളും പൂച്ചകളും ഹിപ്പോയും പന്നികളും കരടിയും മുയലും ഒട്ടകവും സിംഹങ്ങളും എല്ലാം കടന്നു വന്നു. പക്ഷികളിൽ പ്രാവും തത്തയും കഴുകനുമായിരുന്നു ഏറെ ഉണ്ടായിരുന്നത്. അന്നൊന്നും മൃഗങ്ങളെ പിടിക്കുന്നതിനോ വളർത്തുന്നതിനോ സർക്കസിൽ ഉപയോഗിക്കുന്നതിനോ യാതൊരു നിയന്ത്രണവും ഇല്ലായിരുന്നു. നായാട്ടുകാരിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും അന്നൊക്കെ ഇത്തരം വന്യമൃഗങ്ങളെ പോലും സർക്കസിലേക്ക് വാങ്ങിക്കാൻ കഴിയുമായിരുന്നു. മാത്രമല്ല സർക്കസിലെ മൃഗങ്ങളെ ഉപയോഗിക്കാനും പരിശീലിപ്പിക്കുവാനും ഒരു നിയമ തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ആന, കുതിര, ഒട്ടകം, നായ്ക്കൾ, പക്ഷികൾ, പൂച്ച, മുയൽ എന്നിവയെ മാത്രം ഉപയോഗിക്കാം എന്ന ഒരു തീർപ്പ് വന്നു. വന്യമൃഗങ്ങളായ ഒന്നിനെയും സർക്കസിൽ ഉപയോഗിക്കരുത് എന്നാണ് വിലക്ക് വന്നത്. ലോകത്തിലെ സർക്കസ് എന്ന ആധുനിക സർക്കസിൻ്റെ തുടക്കക്കാരനും ശില്പിയും ഇംഗ്ലണ്ടിലെ ഫിലിപ്പ് ആസ്റ്റ്ലി ആയിരുന്നു. ഫിലിപ്പ് ആസ്റ്റ്ലി 1968 ആണ് ഇത് സംഭവിച്ചത്. എന്നാൽ ഇന്ത്യയിൽ സർക്കസിൻ്റെ തുടക്കക്കാരൻ ഒരു മലയാളിയായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? കണ്ണൂർക്കാരനായിരുന്ന കീലേരി കുഞ്ഞിക്കണ്ണൻ എന്ന വ്യക്തിയായിരുന്നു ഇത്. സർക്കസിൻ്റെ ആദ്യത്തെ സ്കൂൾ കണ്ണൂരിൽ സ്ഥാപിച്ചതും കുഞ്ഞിക്കണ്ണൻ സാർ തന്നെയായിരുന്നു. 1901 സർക്കസിന് തുടക്കമിട്ടത്, അല്ലെങ്കിൽ കേരളത്തിലെ സർക്കസിൻ്റെ, ഇന്ത്യയിലെ തന്നെ സർക്കസിൻ്റെ പിതാവും ഇദ്ദേഹം തന്നെയാണെന്ന് പറഞ്ഞാൽ അധികമാവില്ല. ഈ കുഞ്ഞിക്കണ്ണൻ്റെ ശിഷ്യനായിരുന്ന 1904 കണ്ണൂർ ചിറക്കലിൽ മലബാർ ഗ്രാൻഡ് സർക്കസ് തുടങ്ങിയ കണ്ണൻ. സർക്കസ് എന്നത് പണ്ടെല്ലാം ഇന്നത്തെ സിനിമയേക്കാൾ ഗ്ലാമർ ജോലിയായിരുന്നു. അന്നൊക്കെ സർക്കസിൽ ചേരാൻ റെക്കമെൻഡും പിടിപാടും വേണമായിരുന്നു. സിനിമയേക്കാൾ ഏറെ ഗ്ലാമറുള്ള ജോലിയായി സർക്കസിനെ എല്ലാവരും കണ്ടു. 10-12 വർഷം മുമ്പേ തന്നെ, അതായത് സിനിമ വരുന്നതിനും 10-12 വർഷം മുമ്പേ സർക്കസ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകളെ രസിപ്പിക്കുന്നതും ത്രസിപ്പിക്കുന്നതുമായിരുന്നു അന്നത്തെ സർക്കസുകൾ. അത്ഭുത കായിക പ്രകടനം തന്നെയായിരുന്നു അന്നൊക്കെ സർക്കസിനുണ്ടായിരുന്നത്. എന്നാൽ ആദ്യം ഒരുവിധമായ മൃഗങ്ങളെയും പിന്നീട് 2011 ഏപ്രിൽ 18 സുപ്രീം കോടതി കുട്ടികളെ സർക്കസിന് ഉപയോഗിക്കുന്നത് കൂടി നിരോധിച്ചതോടുകൂടി സർക്കസിൻ്റെ പടിയിറക്കമായിരുന്നു. കാണികൾ കുറഞ്ഞു വന്നു, വരുമാനം കുറഞ്ഞു വന്നു. 500-600 ഒരു സർക്കസിൽ കായിക താരങ്ങളും തൊഴിലാളികളുമായി ഉണ്ടായിരുന്നു. അതിപ്പോൾ 50-60 ആളുകളായി ചുരുങ്ങിയിരിക്കുന്നു. പണ്ടൊക്കെ 3 കൂടാരങ്ങൾ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് പ്രദർശിപ്പിച്ചിരുന്ന ഒരേ സർക്കസ് ഉണ്ടായിരുന്നു. അതൊക്കെ പഴങ്കഥകളായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു സർക്കസ് കൊണ്ട് എത്രയോ കുടുംബങ്ങൾ കഴിഞ്ഞു പോന്നിരുന്ന ആ കാലം, അതെല്ലാം ഇന്ന് സർക്കസ് എന്ന കലയുടെ ചരിത്രത്തിലേക്ക് വഴിമാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ മായക്കാഴ്ചകൾ ഇനി എത്ര കാലം, എന്നുവരെ? ആകെ ചെയ്യുവാനുള്ളത് ഒന്ന് മാത്രം: നമുക്ക് അരികിലെത്തുന്ന സർക്കസ് കൂടാരങ്ങളിലേക്ക് ചെല്ലാൻ മറക്കാതിരിക്കുക. നമുക്കാവുന്ന വിധത്തിൽ ഈ കലയെ മരിക്കാൻ അനുവദിക്കാതിരിക്കുക. ഒപ്പം ചേർന്ന്, കൂടെ ചേർന്ന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഷിത് വ്ലോഗ്.